നമസ്കാരം. ഹിമാചൽ പ്രദേശുകാർക്ക് അനുരാഗ് സിംഗ് ഠാക്കൂർ ഒരു സാധാരണ BJP നേതാവൊന്നുമല്ല. ഹിമാചലിനെ ഇന്നത്തെ സ്വപ്നഭൂമിയാക്കുന്നതിൽ പ്രയത്നിച്ച പ്രധാനി. അതുകൊണ്ട് തന്നെ ഓരോ തവണയും ഠാക്കൂറിനെ ഹിമാചൽക്കാർ കൈവിടില്ലെന്ന് ഉറപ്പാണ്. 2008 അനുരാഗ് സിംഗ് ഠാക്കൂർ ഹമീർപൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ രാംലാലിനെ 3.87 ലക്ഷം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. അനുരാഗ് സിംഗ് ഠാക്കൂറിന് 6,82,692 വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിന്റെ രാംലാൽ ഠാക്കൂറിന് 2,83,120 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. ആദ്യം മോദി സർക്കാരിൽ ധനകാര്യ വകുപ്പ് സഹമന്ത്രിയായി. പിന്നീട് കോർപ്പറേറ്റ് വകുപ്പിന്റെ ചുമതലയും വഹിച്ച അദ്ദേഹം നിലവിൽ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വിരലിലെണ്ണാൻ കഴിയുന്നതിലും കൂടുതലാണ്. ഹമീർപൂർ മണ്ഡലത്തിൽ റെയിൽവേ വികസനത്തിനും റോഡുകൾ, ദേശീയപാതകൾ, ബാങ്ക് ശാലകൾ, സ്കൂളുകൾ, കോളേജുകൾ, മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങി വിവിധ സാമൂഹിക സാമ്പത്തിക വികസന പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. MP-യുടെ ഫണ്ട് പ്രയോജനപ്പെടുത്തി പ്രാദേശിക കമ്മ്യൂണിറ്റി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി സെന്ററുകൾ, മഹിളാ മണ്ഡൽ ഭവനുകൾ, യുവക് മണ്ഡല ഭവൻ, സരായിസ് ശംശാൻ ഘട്ടുകൾ, സോളാർ ലൈറ്റിംഗ്, കളിസ്ഥലങ്ങൾ എന്നിവ അദ്ദേഹം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. മോദി സർക്കാർ ഇത്തവണയും അധികാരത്തിലേറുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. ഹിമാചൽ പ്രദേശ് ഹമീർപൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. ഇത് 5ാം തവണയാണ് അദ്ദേഹം അവിടെ നിന്ന് ജനവിധി തേടുന്നത്. കഴിഞ്ഞ 4 തവണയും മണ്ഡലം അദ്ദേഹത്തിനൊപ്പമായിരുന്നു. ജനങ്ങൾക്കും രാജ്യത്തിനും വികസനമാണ് ആവശ്യം. BJPയുടെ ലക്ഷ്യവും വികസനം തന്നെയാണ്. അതിനാൽ തന്നെ ഞങ്ങളുടെ നേട്ടം ജനങ്ങളിൽ എത്തിക്കുകയും വീണ്ടും താമര വിരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതം ഇന്ന് മുന്നിലാണ്. കഴിഞ്ഞ മോദി സർക്കാരിന്റെ ഭരണമാണ് അതിനുള്ള കാരണം. 10 വർഷമായി പ്രധാനമന്ത്രി ജനങ്ങൾക്കായും രാഷ്ട്രത്തിനായും എന്തെല്ലാം ചെയ്തു എന്നത് ജനങ്ങൾക്കറിയാം. മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അത്രയേറെ ആത്മവിശ്വാസം പകർന്നു നൽകിയിട്ടുണ്ടെന്നും മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് വോട്ട് തേടാനാണ് തീരുമാനമെന്നും ഠാക്കൂർ പറഞ്ഞു. മോദി സർക്കാരിന്റെ നേട്ടങ്ങളും സംസ്ഥാനങ്ങളുടെ വികസനം സംബന്ധിച്ച പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചർച്ച ചെയ്യാനാണ് തീരുമാനം. ജനങ്ങളെ ഒരിക്കൽ കൂടി നേരിട്ട് കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങും. ശേഷം അധികാരത്തിലേറാനുള്ള പിന്തുണയും നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു.